ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതി പാർക്കിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുവാണ് ശ്രുതി. എന്നിട്ട് അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ആകെ ശ്രുതി തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് പിൻ കമന്റ് ആയിട്ടും ഐക്കാർട്ടിലും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ആ ഇരിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യം. അവരെന്റെ ക്ലയന്റ് ആണെന്നും അവർ കാറ് മേടിക്കാൻ വേണ്ടി വന്നതാണെന്നും പറയാണേ ശ്രുതി. കാറ് വാങ്ങാൻ വേണ്ടി ഷോറൂമിലല്ലേ പോവുക, നിങ്ങളെന്താ പാർക്കിൽ പണി എന്നുള്ള കാര്യം ചോദിക്കുകയാണെ മീര. ശ്രുതി, അവര് കാറിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ അടുത്താണ് അവരുടെ ഓഫീസ്. അതിന്റെ ഓണർ എന്തെങ്കിലും പറയും, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിച്ചത്. അതിനു വേണ്ടിയിട്ട് എന്താ ലവേഴ്സിനെ മാതിരി പാർക്കിലാണോ വന്നിരിക്കുന്നതെന്ന് മീര ചോദിക്കുകയാണെ. തുടർന്ന് ശ്രുതിയാണെങ്കിൽ ആകെ കുഴപ്പിക്കുന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്. അല്ല, കാറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ അവര്, എന്നിട്ട് എന്താ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ശ്രുതിയുടെ കൂടെയുള്ള ആള് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തോടു കൂടി ശ്രുതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നുള്ള കാര്യം അയാൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കര BP-യും അതുപോലെ ഷുഗറും ഒക്കെ ഉള്ള ആളാണ്. ടൈമിന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അവര് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ. അവര് കഴിക്കാന്ന് പറഞ്ഞപ്പോ ഞാനും കാർ ഷോറൂമിലേക്ക് പോകാൻ വേണ്ടി ലേറ്റ് ആവുമല്ലോ, അതുകൊണ്ട് ഒരു കമ്പനി കൊടുത്താന്ന് പറയാൻ കേട്ടോ ശ്രുതി. അതുമാത്രമല്ല ശ്രുതി, അവര് നേരിട്ട് കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ കുറച്ചേ കിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ വഴി വരുന്ന സമയത്ത് നന്നായിട്ട് കമ്മീഷൻ കിട്ടും. അതുകൊണ്ട് കസ്റ്റമർ ഫോൺ ചെയ്ത് കഴിഞ്ഞാല് എവിടെയാണെങ്കിലും ഞാൻ നേരിട്ട് പോയിട്ട് കാണും. അങ്ങനെ ശ്രുതി പറയുന്ന കള്ളത്തരങ്ങളൊക്കെ അപ്പാടെ ശ്രുതി വിശ്വസിക്കുകയാണ്. എന്തായാലും അത് നല്ല കാര്യമാണ്. തുടർന്ന് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഇവിടെ എന്നുള്ള കാര്യം. അപ്പോഴേക്കും ശ്രുതിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ ഞാൻ എന്ന് പറയുമ്പോഴേക്കും മീര സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്നെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണേ. നിന്നെ കാണാൻ എന്തിനാ പാർക്കിൽ വരുന്നത്? ആ ചോദ്യത്തിന് മീര ബബ്ബ അടിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി സപ്പോർട്ട് ചെയ്യാണ്. അവക്ക് വീട്ടിൽ പെണ്ണ് ആലോചിക്കുന്നുണ്ട്. ചെക്കനെ കാണാൻ വേണ്ടി വന്നതാണ്. അവൾക്ക് ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയിട്ട് മടി, അതിനോണ്ട് കൂട്ടിന് വന്നതാണ്. എന്നിട്ട് അവൻ എവിടെയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേ ഇപ്പൊ പോയി എന്ന് പറയാണ്. ഇവളെ കണ്ടപ്പോ തന്നെ ഓടിപ്പോയോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോ ശ്രുതി, അതൊക്കെ വിട്ടേക്ക്, ഞാൻ നിന്നെ പാർലറിൽ ഡ്രോപ്പ് ചെയ്യാന്ന് ശ്രുതിന്റെ അടുത്ത് ശ്രുതി പറയുമ്പോ, അയ്യോ വേണ്ട ശ്രുതിനെ ജോലി ചെയ്തോ, പാടി നമുക്ക് പോയെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് മീരയും കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ശ്രുതി കാര്യങ്ങളൊക്കെ വിശ്വസിച്ചല്ലോ. ആ ഒരു ആശ്വാസത്തിലാണ് ശ്രുതി അരികെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീണ്ടും തുടങ്ങുമ്പോഴേക്കും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ ഭാര്യ നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എല്ലാരും ഭാര്യമാർക്ക് മുമ്പിൽ ശിവാജി ഗണേശന്റെ മാതിരിയാണ്. എന്തൊരു നടിക്കലാണ്. ഒന്ന് പോയേ ബ്രോ, ഇന്ന് അവള് കണ്ടുപിടിച്ചില്ല, എപ്പോ അവള് കണ്ടുപിടിക്കുന്നുള്ള കാര്യം അറിയില്ലല്ലോ. എന്തായാലും കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ശ്രുതി നല്ല കഴിപ്പാണ്. അതിങ്ങനെ നോക്കി നിൽക്കാണ് കൂടെയുള്ള ആള്. അത് നോക്കി നിൽക്കുന്ന കാണുമ്പോൾ നീയും കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെയും കഴിപ്പിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രവിയുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരാൻ വേണ്ടി പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ഡൈനിങ് ടേബിളിന്റെ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും, അല്ല ചന്ദ്ര എവിടെ, ആദ്യം വന്നിരിക്കുന്ന ആളാണല്ലോ എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് പറയുമ്പോൾ, അച്ഛനിരിക്കെ ഞാൻ പോയിട്ട് അമ്മയെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് അരികിലേക്ക് പോവാണ് കേട്ടോ രേവതി. അമ്മേ വാ കഴിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയാണ് കേട്ടോ രേവതിയുടെ അടുത്ത് ചന്ദ്ര. അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയാണ് രേവതി. അങ്ങനെയാണെങ്കിൽ നീ അവർക്ക് കൊടുത്തേക്ക്, എനിക്കൊന്നും വേണ്ട. ഇത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മേ എന്തിനാ ദേഷ്യം ഭക്ഷണത്തിനോട് കാണിക്കുന്നത്? പിന്നെ ആരെ മേലെ കാണിക്കേണ്ടത്, നിന്റെ മേലെ കാണിക്കണമെന്ന് ചോദിക്കുമ്പോ, അതിനമ്മേ ഞാൻ എന്താ ചെയ്തത്? ശ്രീകാന്തിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നീയല്ലേ കൂടെ പോയി ചെയ്തത്? അയ്യോ അമ്മേ, ഞാനല്ല അവരുടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതൊന്നും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാനും അവരിങ്ങോട്ട് വരണമെന്ന് തന്നെയല്ലേ അമ്മ ആഗ്രഹിക്കുന്നത്. പറഞ്ഞത് കൊണ്ട് എന്ത് കാര്യമുള്ളത്? നീ നിന്റെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നുണ്ടല്ലോ. നിന്റെ കാര്യം മാത്രം ഇവിടെ നടക്കണം എന്നുള്ള രീതിയാണല്ലോ. പിന്നെ എങ്ങനെയാ വേറൊരുത്തിയെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നീ സമ്മതിക്കുക? അമ്മേ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കില്ല. വർഷ നല്ല പെൺകുട്ടിയാണ്. അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം തന്നെയാണ്. ഞാനും പറഞ്ഞു, പക്ഷെ എന്ത് ചെയ്യാനാ അമ്മേ, ആരും കേൾക്കില്ല. അല്ലെങ്കിലും ആര് കേൾക്കാനാ? ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും ഈ വീട്ടിൽ ഒരു വിലയുമില്ല. നീ ചെന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തേക്ക്, എനിക്കൊന്നും വേണ്ട. അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, ഞാന് 3 കുട്ടികളെ പ്രസവിച്ചത്. അതിലെ ഏറ്റവും ചെറുതായത് കൊണ്ട് ശ്രീകാന്തിനെ കുറച്ചുകൂടി സ്നേഹം കൊടുത്തിട്ടാ വളർത്തിയത്. ഞാൻ എനിക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. എന്താ പറഞ്ഞത്? ശ്രീകാന്തിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം, കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചിരിക്കണം, അത്രയല്ലേ പറഞ്ഞുള്ളൂ. ഇത് തെറ്റാണോ? ആർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. ശരി അമ്മേ, നമുക്ക് അച്ഛൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. വന്ന് ഭക്ഷണം കഴിക്കേ.
എന്നോട് നീ കൂടുതൽ സ്നേഹമൊന്നും കാണിക്കണ്ട, നീ പോയിട്ട് ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ നോക്ക്. അങ്ങനെ രേവതി റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ട് വന്നില്ലേ എന്നുള്ള കാര്യം. ഇല്ല അച്ഛാ, അമ്മ ഉച്ചയ്ക്കും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോഴാണ് ഇത് കേട്ടുകൊണ്ട് സച്ചിയുടെ വരവ്. വന്നില്ലെങ്കിൽ എന്താ അച്ഛാ, ഞങ്ങളൊക്കെ ഇല്ലേ, വാ അച്ഛാ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. അച്ഛന് മരുന്ന് കഴിക്കാനുള്ളതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, എന്താ സച്ചിയേട്ടാ ഈ പറയുന്നത്, അമ്മ ഉച്ചയ്ക്ക് മുതലേ ഒന്നും കഴിച്ചിട്ടില്ല. രേവതി, നീ കാണുന്ന സമയത്ത് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അമ്മ കഴിച്ചിട്ടുണ്ടാകും. അമ്മയ്ക്ക് പട്ടിനൊന്നും കിടക്കാൻ വേണ്ടി കഴിയില്ല രേവതി, വിശക്കുമ്പോ കഴിച്ചോളും, ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി പോകുന്ന സമയത്ത്, സച്ചിയേട്ടാ നിക്ക്, അച്ഛൻ ആദ്യം അമ്മയെ വിളിക്ക്, അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും വരും. അങ്ങനെ ചന്ദ്ര എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കലി തുള്ളിയ പോലെ വരുന്നുണ്ട് അങ്ങോട്ട് ചന്ദ്ര. വാ ഭക്ഷണം കഴിക്കുക എന്ന് ചന്ദ്ര വരുന്ന സമയത്ത് രവി പറയുമ്പോ, വേണ്ട എനിക്ക് വിശക്കുന്നില്ല, നീ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല എന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എങ്ങനെ വിശക്കാണ്ടിരിക്കുന്നത്, നേരത്തിന് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതിയോ, അതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഇവിടെ നിൽക്കുന്നത്, അമ്മയ്ക്ക് പകരം പിന്നെ വേറെ ആരെങ്കിലും ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി പറ്റുമോ. അങ്ങനെ ചന്ദ്രയുടെ ആ ഒരു മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് കമലഹാസന്റെ ഒരു പാട്ടിനെ കുറിച്ചിട്ടൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. ഈ പാട്ട് ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ ഇല്ല അച്ഛ ഇപ്പോ. അങ്ങനെ ചന്ദ്രയെ കളിയാക്കുന്ന രീതിയിലാണ് കേട്ടോ. നീ ഒന്നും മിണ്ടാതിരിക്കടാ, നേരം കാലം നോക്കാണ്ട് ഓരോരോ പറച്ചില്. ചന്ദ്ര, നീ ഇപ്പൊ എന്തിനാ ഭക്ഷണം കഴിക്കാണ്ട് പട്ടിണി കിടക്കുന്നത്, ശ്രീകാന്ത് വന്നാൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്നാണ് ചന്ദ്രയുടെ മറുപടി. ഇത് കേൾക്കുമ്പോ സച്ചി പറയുന്നത് എന്താണെന്നറിയോ, അവനെന്താ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇവിടെ എന്താ ഭക്ഷണം ഇല്ലേ, ആ ഓടിപ്പോയവൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അതൊന്നും എനിക്കറിയില്ല, എന്റെ മകൻ ഇവിടെ എത്തണം, അവനെ നൊന്ത് പ്രസവിച്ച ഞാൻ ഇവിടെ ഉള്ള സമയത്ത് അവൻ ആരും ഇല്ലാത്ത പോലെ എവിടെയോ നിൽക്കുവാണ്, എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് അത് കാണണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിങ്ങളുടെ താര ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുന്നു പറയണേ സച്ചി, അങ്ങനെയൊന്നും എനിക്ക് ഇരിക്കാൻ വേണ്ടി പറ്റില്ല, എന്റെ മകൻ ഈ വീട്ടിലേക്ക് വരണം, കണ്ടവളെല്ലാം ഇവിടെ കയറി നിരങ്ങാണ്, പിന്നെ ശ്രീകാന്തിന് എന്താ ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്, അവൻ വരാതെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇവിടുന്ന് കുടിക്കില്ല, അല്ലച്ച അവനോട് ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹം എങ്ങനെ പെട്ടെന്ന് വന്നത്. തുടർന്ന് സുധിയും അതുപോലെ ശ്രുതിയും കൂടി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടേ. അമ്മ എന്താണ്, ഭക്ഷണം റെഡിയല്ലേ, ആരും വിളിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അതെ ഇപ്പം ഭക്ഷണം കഴിക്കുന്നതാണല്ലോ പ്രധാനം, പോയിട്ട് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കിപ്പോ എന്ന് പറയുമ്പോ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രയുടെ അടുത്ത്, എന്ത് പറ്റി ആന്റി, എന്താ ഇങ്ങനെ ഡള്ളായിട്ട് ഇരിക്കുന്നേ, എല്ലാം എന്റെ തലയിലെഴുത്താണെന്ന് പറയാണ് ചന്ദ്ര. തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ സംഭവം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ശ്രീകാന്ത് വരാതെ അവള് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശിയിലാണ്. അതിനെന്തിനാ ആന്റി ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത്, ആന്റിയുടെ ഹെൽത്തിനെയാണ് ബാധിക്കുക, ആന്റി വാ കഴിക്കാം, പോവാണെങ്കിലും പോട്ടെ, മക്കളെല്ലാവരും ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ജീവിതം, എനിക്ക് അതിനുള്ള ഭാഗ്യമില്ലല്ലോ. അമ്മേ ഞങ്ങളെല്ലാവരും ഇവിടെ ഇല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ, ശ്രീകാന്ത് എന്റെ മകൻ തന്നെയാണ്, അവനെ ഏതോ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു, പറയാതെ കല്യാണം കഴിച്ചു, ഈ ലോകത്ത് ആരും ഇങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരില്ലേ, അതിന് മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്താ അച്ഛനെ സ്റ്റേഷനിൽ കൊണ്ടുവരുത്തിയ കാര്യമൊക്കെ മുങ്ങ് മറന്നുപോയോ, അത് മാത്രോ ഹോസ്പിറ്റലിൽ പോയിട്ട് ജീവൻ മരണ പോരാട്ടം നടത്തിയില്ലേ, ഇതൊക്കെ ആര് കാരണമാണ്, എടാ നിർത്തടാ എന്ന് പറയാണ് കേട്ടോ നമ്മുടെ രവി. അത് കഴിഞ്ഞ് ചന്ദ്രേ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്, എന്റെ മകൻ അവന്റെ ഭാര്യയോട് കൂടിയിട്ട് ഇവിടെ വരണം. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രവി ആണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്തും സുധീരുടെ അടുത്തും കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് വരാൻ വേണ്ടി പറയാണേ. കണ്ടല്ലോ നിങ്ങളുടെ അമ്മ പട്ടിണി കിടക്കുന്നത് ഭക്ഷണം കഴിക്കാതെ, അമ്മയുടെ സ്നേഹത്തെ കുറിച്ചിട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇതെങ്ങനെയാ അച്ഛൻ പെട്ടെന്നൊരു സ്നേഹമൊക്കെ വന്നത്, ഇതൊക്കെ വെറും അഭിനയാന്ന് പറയണേ, പറയുന്നത് കേക്കടാ, ഒരമ്മ എന്നുള്ള രീതിയിൽ അവളുടെ വിഷമം ശരി തന്നെയാണ്, പക്ഷേ ആ മധുസൂദനൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ മനസ്സിന്ന് മറക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, എന്താ തീരുമാനം എടുക്കണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല, സുധിയുടെ കല്യാണം മുതൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായിട്ടാണ് വരുന്നത്, ശ്രീകാന്തിനെ വിശ്വസിച്ചു, അവൻ കവിളിപ്പിച്ചു, ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ രണ്ടുപേരും പറ, നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ശ്രീകാന്തിനെയും ആ പെണ്ണിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണോ. ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, അതെ അങ്കിൾ, ആന്റി പറയുന്നത് ശരി തന്നെയാണ്, ശ്രീകാന്ത് ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിന് ശ്രീകാന്ത് മാത്രമല്ലല്ലോ കാരണം, നടന്നത് നടന്നു, എത്ര നാള് ശ്രീകാന്തിനെ ഇവിടുന്ന് മാറ്റി നിർത്താൻ വേണ്ടി പറ്റും, ആന്റിയും ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീൽ ആവുന്നുണ്ട്, ഒരു കുഞ്ഞിനെ പ്രസവിച്ച അമ്മയ്ക്ക് മാത്രമേ ഒരു മകനെ പിരിഞ്ഞു നിൽക്കുന്ന വേദന അറിയുള്ളൂ, അത് ശ്രുതി പറയുന്നത് ഭയങ്കര ഫീലായിട്ടാണ് കേട്ടോ. ഇത് സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കത് മനസ്സിലാകൂ എന്നുള്ള കാര്യം ശ്രുതി ഫീൽ ചെയ്ത് പറയുമ്പോ ഇത് കേട്ട സച്ചി ചോദിക്കുന്നുണ്ട്, അത് കുഞ്ഞുങ്ങളെ പ്രസവിച്ചവർക്കല്ലേ അറിയുള്ളൂ, അതെങ്ങനെയാ നിനക്കറിയുന്നത്. അത് കേൾക്കുമ്പോ ശ്രുതിയാണെങ്കിൽ ആകെ ഇങ്ങനെ ഞെട്ടിയ പോലെ നിൽക്കുവാണേ. അങ്ങനെ സച്ചിയുടെ ചോദ്യത്തിന് മുമ്പിൽ ആകെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ ശ്രുതി. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്